जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि जयो राधा माधवा जयो कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय 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 कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टकी हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्दा राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. ശ്രീ രാധാ നീൽമാധവ് സത്സംഗിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മറ്റൊരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ കുന്തി ദേവിയുടെ ഒന്നാം സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ്. കുന്തി ദേവിയുടെ പ്രാർത്ഥനകളിലെ 20-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം ഏറ്റുപറയുക. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം
ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാ തദാ പരമഹംസാനാം മുനീനാം അമലാത്മനാം. ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാ തദാ പരമഹംസാനാം മുനീനാം അമലാത്മനാം. ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാ. വിവർത്തനം. ശരീരത്തെയും ആത്മാവിനെയും വിവേചിച്ചറിയാൻ കെൽപ്പുള്ളവരാകയാൽ പരിശുദ്ധരായ അതീന്ദ്രിയവാദികളുടെയും മാനസിക വിചക്ഷണരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് അവതരിക്കുന്നു. പിന്നെ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക? ഭാവാർത്ഥം. സ്വാമിജി പ്രഭുപാദിന്റെ ഭാവാർത്ഥം. മഹാദാർശനിക വിചക്ഷണർക്ക് പോലും ഭഗവത് രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. മഹാചിന്തകന്മാരുടെ ചിന്താശക്തിക്ക് അതീതനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന പരമസത്യം ഉപനിഷത്തുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ബൃഹത്തായ വിജ്ഞാനത്തിനും അല്ലെങ്കിൽ അതിരേകമായ ബുദ്ധിശക്തിക്കും ഭഗവാൻ അജ്ഞനാണ്. ഭഗവത് കൃപയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാൻ സുഗ്രാഹ്യനാകുകയുള്ളൂ. മറ്റുള്ളവർ അനേക വർഷങ്ങൾ ചിന്തിച്ചാലും ഭഗവാൻ അജ്ഞനായി തന്നെ തുടരുന്നു. നിഷ്കളങ്കയായ ഒരു സ്ത്രീയുടെ ഭാഗം അവതരിപ്പിക്കുന്ന കുന്തി മഹാറാണി ഈ യാഥാർത്ഥ്യത്തെയാണ് സമർത്ഥിക്കുന്നത്. ചിന്തകന്മാരെ പോലെ ഊഹാപോഹങ്ങളിൽ ഏർപ്പെടാൻ സാധാരണ സ്ത്രീജനങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അവർ ഭഗവാന്റെ പരമാധികാരത്തെയും അനന്തശക്തിയെയും തൽക്ഷണം അംഗീകരിക്കുന്നതിനാൽ ഭഗവാനിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ അവർ യാതൊരു ആത്മനിയന്ത്രണവുമില്ലാതെ ഭഗവാനെ പ്രണമിക്കുന്നു. മഹാചിന്തകനായാൽ മാത്രം ഭഗവാൻ ഒരാളോട് യാതൊരു പ്രത്യേക മമതയും പ്രകടിപ്പിക്കുന്നില്ല. ഉദ്ദേശ്യത്തിന്റെ വിശ്വാസ്യത ഭഗവാൻ അറിയുന്നു. ഇക്കാരണത്താലാണ് ഏതുവിധ മതാനുഷ്ഠാന കർമ്മത്തിനും സാധാരണയായി സ്ത്രീജനങ്ങൾ അധികമായി അളവിൽ ഒത്തുചേരുന്നത്. ഏത് രാജ്യത്തിലായാലും ഏത് മതവിഭാഗത്തിന്റെ കാര്യത്തിലായാലും പുരുഷന്മാരെക്കാൾ അധികമായി സ്ത്രീജനങ്ങൾ കാണപ്പെടുന്നു. കൃത്രിമമായ മതാനുഷ്ഠാന ചണ്ഡതയേക്കാൾ അധികതരം ഫലപ്രദമാണ് ഇപ്രകാരമുള്ള ഭഗവാന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ശുദ്ധത. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ വളരെ രസകരവും ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതായത് കുന്തി മാതാവ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് വരാം. ഇപ്പൊ വൈദിക ശാസ്ത്രത്തില് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. വൈദിക ശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാല് മാതൃദിനം എന്ന് ഒന്നില്ല. ചാന്ദോഗ്യ ഉപനിഷത്തിൽ പറയുന്നു മാതൃദേവോ ഭവ. നമ്മുടെ പുരാണങ്ങൾ നോക്കിയാൽ ഒരുപാട് ഗ്ലോറിയസ് ആയിട്ടുള്ള മദേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും വിശിഷ്ടമായ 3-4 പേര് ഞാനിവിടെ പറയാം. കുന്തി മാതാവ്, പിന്നെ മദർ ദേവാഹുതി, പിന്നെ മദർ സുനീതി, മദർ സുമിത്ര. ഇവരൊക്കെ യഥാർത്ഥമായ ഗ്ലോറിയസ് മദേഴ്സ് ആണ്. ശ്രീല പ്രഭുപാദ് പല ലെക്ചേഴ്സിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഭഗവാന്റെ
സെൽഫ്ലെസ് ലവ് ടുവേഴ്സ് ദി കണ്ടീഷൻഡ് സോൾസിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ ഭൗതിക ലോകത്തിൽ ഒന്നുണ്ടെങ്കിൽ അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ്. അതായത് ഭഗവാന് നമ്മുടെ അടുത്തുള്ള അൺകണ്ടീഷണൽ സെൽഫ്ലെസ് ലവിന് ഇക്വലന്റ് ആയിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നുണ്ടെങ്കിൽ അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പം അമ്മമാര് കുഞ്ഞുങ്ങളുടെ ഏത് കാര്യത്തിലായാലും നിസ്വാർത്ഥ സേവനമാണ് അവരുടേത്. ഇനി കുന്തി മഹാറാണിയുടെ ഒരു ചരിത്രം കുറച്ച് വാക്കുകളിൽ ഞാൻ പറയാം. കുന്തി ദേവി ശൂരസേന എന്ന രാജാവിന്റെ പുത്രിയായിട്ടാണ്, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കാണും, എന്നാലും ഒരു ഇൻട്രഡക്ഷൻ കണക്ക് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. കുന്തി ദേവി ഒരു ശൂരസേന എന്ന ഒരു രാജാവിന്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്. കുന്തി ദേവിയുടെ യഥാർത്ഥ പേര് പൃഥ എന്നായിരുന്നു. തൊട്ടടുത്ത രാജ്യത്തിലെ രാജാവായ കുന്തി ഭോജൻ കുന്തി ദേവിയെ ദത്തെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് പൃഥ കുന്തി ദേവിയായി മാറിയത്. അപ്പൊ മറ്റൊരു ഫേമസ് പേഴ്സണാലിറ്റി കുന്തി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വസുദേവർ. വസുദേവർ കുന്തി ദേവിയുടെ സഹോദരനാണ്. അങ്ങനെ പറയുമ്പോൾ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയായിട്ട് വരും കുന്തി ദേവി, ഓണ്ടാണ്. ഇപ്പൊ കുന്തി ദേവിയുടെ യഥാർത്ഥ പേര് പൃഥ. അപ്പം കുന്തി ദേവിയുടെ സെലിബ്രേറ്റഡ് സണ്ണനായ അർജുനന്റെ പേര് പാർത്ഥൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥന്റെ സാരഥിയായിട്ട് വന്ന കൃഷ്ണന്റെ പേര് പാർത്ഥസാരഥി. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം ഭഗവാനും കുന്തി ദേവിയും തമ്മിലുള്ള ബന്ധം. കുന്തി ദേവിയുടെ പൃഥയുടെ പുത്രനായ പാർത്ഥന്റെ സാരഥിയായ കൃഷ്ണൻ പാർത്ഥസാരഥി. അപ്പൊ പാർത്ഥസാരഥി എന്ന് ഭഗവാന് പേര് വന്നത് യഥാർത്ഥത്തിൽ കുന്തി ദേവിയിൽ നിന്നാണ്. സോ കൃഷ്ണ ഈസ് ഗ്ലോറിഫൈഡ് ബൈ ദിസ് ഗ്രേറ്റ് മദർ കുന്തി ദേവി. അത്ര മഹത്തരമാണ്, അത്ര മഹനീയമാണ് കുന്തി ദേവിയുടെ പ്രവൃത്തികൾ. ഇനി നമുക്ക് മറ്റൊരു കാര്യം, ഭഗവാൻ കുന്തി ദേവിയെ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് അർജുനൻ ആദ്യം യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടിയത് എതിർവശത്ത് പിതാമഹന്മാരുണ്ട്, ഗുരുക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഇവരെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എൻ്റെ ശരീരം തളർന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി, അവർ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആദ്യ പാഠം ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അർജുനൻ വീണ്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അർജുനൻ ഭഗവാൻ ഈ മഹത്തരമായ ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നു. എന്താണത്? മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ പായിനോ അനിത്യ താംസ്ഥിതിക്ഷ്വസ ഭാരത. അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാൻ അർജുനനെ വിളിക്കുന്നു. മാത്രാ സ്പർശാസ്തു അർജുന എന്നല്ല വിളിക്കുന്നത്, മാത്രാ സ്പർശാസ്തു കൗന്ദേയ, കുന്തിയുടെ പുത്രനായ അർജുന എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ വിളിക്കുന്നത്. എന്തിനാണ് ഭഗവാൻ അങ്ങനെ വിളിച്ചത്? അങ്ങനെ വിളിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നിന്റെ അമ്മയായ കുന്തി ദേവി താംസ്ഥിതിക്ഷ്വസ ഭാരത ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ടോളറേറ്റ് ചെയ്തത്? വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനം അസത് സഭായാം വനവാസകൃച്ഛ മൃതേ അനേക മഹാരഥസ്ത്രതോ ദ്രോണ്യസ്ത്ര ദശ്ചാസ്മ ഹരേർ അഭിരക്ഷിത. വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, കാട്ടാളന്മാരായ അവരെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു,
പിന്നെ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു, വനവാസത്തിന് പറഞ്ഞു വിട്ടു. ഇതെല്ലാം നിന്റെ അമ്മ സഹിച്ചു. അപ്പോൾ കുന്തിദേവി വീണ്ടും എന്താണ് പറഞ്ഞത്? വിപതഃ സന്തത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു എന്ന് പറഞ്ഞു. എനിക്ക് ഇനിയും വീണ്ടും വീണ്ടും ആപത്തുകൾ വന്നോട്ടെ. എന്താണ് ആപത്തുകൾ വന്നാൽ ഞാൻ അങ്ങ് ഭഗവാനെ ഓർമ്മിക്കും. അങ്ങനെ ഭഗവാനെ ഓർമ്മിച്ചാൽ അപുനർഭാവ ദർശനം, എനിക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. അങ്ങേ ഓരോ ആപത്തും വരുമ്പോൾ ഞാൻ അങ്ങയെ കാണുകയും അങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഞാൻ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കും എന്ന് കുന്തിദേവി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പൊ നിന്റെ അമ്മ ഇത്രയും ഒക്കെ ടോളറേറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് അർജുന നീ ഇത് ടോളറേറ്റ് ചെയ്യണം. എന്താണ് ടോളറേറ്റ് ചെയ്യേണ്ടത്? നീ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ ശരീരമായിട്ട് കാണാതെ ആത്മാവായിട്ട് കണ്ട് തന്നെ നീ യുദ്ധം ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത, നീ ശീതവും അതായത് ചൂടും തണുപ്പും പിന്നെ സുഖവും ദുഃഖവും എല്ലാം ടോളറേറ്റ് ചെയ്തേ മതിയാകൂ എന്ന് ഒരു പാഠം ഭഗവാൻ അർജുനനെ പഠിപ്പിച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് കുന്തിദേവിയുടെ പ്രാർത്ഥനകളിലേക്ക് കടക്കാം. കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ വളരെ പവർഫുൾ മെഡിറ്റേഷൻസ് ആണെന്നാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. ഈവൻ നമ്മുടെ സ്വാമിജി പ്രഭുപാദ് പറയുന്നതല്ല, അദ്ദേഹം ബോംബെയിലെ ജൂഹു ടെമ്പിൾ കിട്ടുന്ന അവസരത്തിൽ ആ ലാൻഡ് കിട്ടാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡിവോട്ടീസിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ കുന്തീസ് പ്രേയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ജപിക്കണം. അതുപോലെ തന്നെ സ്വാമിജി പ്രഭുപാദ് ഡെത്ത് ബെഡിലായിരുന്ന സമയത്ത്, മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ചുറ്റും കൂടിയിരുന്ന ഡിസൈപ്പിൾസിന്റെ അടുത്ത് കുന്തിയുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സോ നമ്മുടെ പ്രഭുപാദ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ കുന്തിദേവിയുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയിരുന്നു. അപ്പോ ഇവിടെ കുന്തിദേവി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് തന്നെ നമസ്തേ ഞാൻ ഇന്നത്തെ ഈ ശ്ലോകത്തിന് മുമ്പുള്ള 2 ശ്ലോകം കൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊരു കണക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം ഈ 2 ശ്ലോകങ്ങൾ. തൊട്ടു മുമ്പുള്ള 18ാമത്തെ ശ്ലോകം, അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. Na means it is not me. Na means not. Ma, not about me, but about you. ഇപ്പൊ നമസ്തേ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ it is not about me, but it is about you, my dear Lord എന്നാണ് നമസ്തേ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഇവിടെ പറയുന്നു, കുന്തിദേവി ആദ്യം തുടങ്ങുന്നത് തന്നെ ഭഗവാനെ നമ്മൾ ഏത് ഒരു മന്ത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ 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 എന്ന് കാണാറുണ്ട്. അപ്പൊ ഈ നമ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ ബട്ട് അബൌട്ട് യു. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഭഗവത്ഗീതയിൽ തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ഒരു ശ്ലോകമേ ഉള്ളൂ. ഏതാണത്? മന്മന ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. അത് ഇതിലെ ആചാര്യന്മാര് പറയുന്നു, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. മനസ്സുകൊണ്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യുക. മദ്യാജി മന്മന മദ്ഭക്തോ, അല്ലെങ്കിൽ എൻ്റെ ഭക്തന്മാരെ സേവിക്കുക. അങ്ങനെ നിങ്ങൾ ഡിവോഷണൽ സർവീസ് ചെയ്യുക. ഇനി അതും കഴിഞ്ഞില്ലെങ്കിലോ, മദ്യാജി മാം നമസ്കുരു, ഓഫർ ഒബേസൻസസ് ടു മീ. ഈ ഓഫറിങ് ഒബേസൻസസ് എന്ന് പറഞ്ഞാല് അറ്റ് ദ ഫിസിക്കൽ ലെവലാണ്. വെറസ് മന്മന, ദാറ്റ് ഈസ് ഇൻ ദി മെന്റൽ പ്ലാറ്റ്ഫോം. ഇപ്പം ചില ആചാര്യന്മാർ പറയുന്നു, ജീവ ഗോസ്വാമിയൊക്കെ ഒരു ദിവസം 2000 ദണ്ഡവത് 2000 പ്രാവശ്യം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്
പറയുന്നത്. അപ്പം കുന്തിദേവി ഇവിടെ നമസ്കാരത്തിന്റെ പ്രയേഴ്സിന്റെ തുടക്കത്തിൽ തന്നെ നമസ്തേ പുരുഷം ത്വാദ്യം. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി കുന്തിദേവി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് എന്റെ നെഫ്യൂ അല്ല, യു ആർ ദി സുപ്രീം ലോർഡ്. നമസ്തേ പുരുഷം ത്വാ ആദ്യം. ത്വാ മീൻസ് യു. ആദ്യം, യു ആർ ദി ഫസ്റ്റ് ഒറിജിനൽ പേഴ്സൺ. ദെൻ ഈശ്വരം പ്രകൃതേ പരം. യു ആർ ബിയോണ്ട് ദി പ്രകൃതി. അലക്ഷ്യം സർവഭൂതാനാം. പക്ഷേ ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങേ ആർക്കും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയായിരുന്നിട്ടും അന്തർ ബഹിർ അവസ്ഥിതം. അങ്ങ് പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടും പുറത്ത് എങ്ങും വ്യാപിച്ചു കിടക്കുന്ന സ്വരാടായിട്ടും ഇരുന്നിട്ടും അങ്ങേ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് കുന്തിദേവി ആദ്യത്തെ പ്രാർത്ഥനയിൽ പറയുന്നത്. അത് കഴിഞ്ഞ രണ്ടാമത്തെ ശ്ലോകത്തിലെ പ്രാർത്ഥനയിൽ പറയുന്നത് മായാജവന്യകാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം നലക്ഷ്യസേ മൂഢദൃശാം നടോ നാഢ്യ ധരോ യഥാ എന്നാണ്. അപ്പോ ഇവിടെ ഒരു കർട്ടൻ, മായയാകുന്ന കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങേ കാണാൻ പറ്റാത്തത്. ഒരു ഡ്രാമയില് ഒരു ആക്ടർ പല വേഷങ്ങൾ കെട്ടി വന്നിരുന്നാൽ അയാളെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ അയാൾ അവിടെ തന്നെ ഉണ്ട്. അതേ കണക്ക് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടായിട്ടും ആ ഭഗവാന്റെ തന്നെ മായാകുന്ന കർട്ടൻ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ശ്ലോകത്തില് ആചാര്യന്മാര് പറയുന്നു, ഭഗവാൻ കുന്തിദേവിയോട് ചോദിക്കുന്നു, അങ്ങ് ഇഗ്നറന്റ് ആണെന്ന് പറയുന്നു. മായാജവന്യകാശ്ചന്നം അജ്ഞാനം, ഇഗ്നറന്റ് ആണെന്ന് പറഞ്ഞിട്ടും ഹൗ യു ആർ ഏബിൾ ടു ഓഫർ സച്ച് ഗ്ലോറിയസ് പ്രയേഴ്സ് എന്ന് ചോദിക്കുന്നു. അങ്ങ് പറയുന്നു അങ്ങ് ഇഗ്നറന്റ് ആണ്. പക്ഷെ കുന്തിദേവിക്ക് എങ്ങനെയാണ് ഇത്രയും മഹത്തരമായ പ്രാർത്ഥനകൾ പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഇന്നത്തെ ശ്ലോകം പറയുന്നത്. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാ ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹ സ്ത്രീയാ. അപ്പൊ ഇതില് കുന്തിദേവിയുടെ ഹംബിൾനെസ് ആണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങ് വന്നിരിക്കുന്നത് ഇവിടെ 3 ടൈപ്പ് ഓഫ് ഡിവോട്ടീസിനെയാണ് പരാമർശിക്കുന്നത്. ഒന്ന് പരമഹംസ, മുനീസ്, അമലാത്മനാസ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡിവോട്ടീസ്, പരമഹംസാസ്, മുനീസ് ആൻഡ് ഡിവോട്ടീസ്. ഈ 3 ടൈപ്പ് ഓഫ് ഡിവോട്ടീസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ 3 ടൈപ്പ് ഓഫ് ഡിവോട്ടീസ് നോക്കാം. അതിൽ ഏറ്റവും അവസാനമായിട്ട് അമല ആത്മനാസ്. അങ്ങ് വന്നിരിക്കുന്നത് എന്നെ കണക്കുള്ള സ്ത്രീകൾക്ക് വേണ്ടിയല്ല, പിന്നെയോ പരമഹംസാസും മുനീസും അമലാത്മനാസും ഇങ്ങനെയുള്ള ഡിവോട്ടീസിന് വേണ്ടിയാണ് അങ്ങ് വന്നിരിക്കുന്നത്. എന്തിനു വന്നിരിക്കുന്നു? ഭക്തിയോഗ വിധാനാർത്ഥം, ഭക്തി പ്രചരിപ്പിക്കുന്നതിനായിട്ട്. അമലാത്മനാസ് എന്ന വാക്ക്, മല മീൻസ് ഡേർട്ടി തിങ്സ് അല്ലെ? അപ്പൊ അമല ആത്മന മീൻസ് ഡിവോയിഡ് ഓഫ്, അമല മീൻസ് നോട്ട് ഡേർട്ടി തിങ്സ് ഇല്ലാത്തത്. മല മീൻസ് ഡേർട്ടി, അമല മീൻസ് no dirty things or devoid of all impurities. അപ്പോ ഭൗതിക ലോകത്തിലെ കാണുന്ന ജീവാത്മാക്കളിലെ ഇമ്പ്യൂരിറ്റീസ്, മെയിൻ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്താണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ എന്നീ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന ജീവാത്മാക്കളുടെ ഇമ്പ്യൂരിറ്റീസ്. ആ ഇമ്പ്യൂരിറ്റീസ് അമലാത്മനാസ്, ഈ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്
അങ്ങ് വന്നിരിക്കുന്നത് എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. അല്ലാതെ എന്നെ കണക്കുള്ള സ്ത്രീകൾക്കല്ല. പിന്നെയോ മുനീസ്. മുനീസ് എന്ന് പറഞ്ഞാല് തോട്ട്ഫുൾ ആയിട്ടുള്ള, തോട്ട്ഫുൾ പേഴ്സൺസ്. അപ്പൊ ഈ ശ്ലോകത്തിലൂടെ കുന്തിദേവി തൻ്റെ ഹംബിൾനെസ് അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ആണ് എടുത്ത് കാണിക്കുന്നത്. സ്വാമിജി പ്രഭുപാദ് പറയുന്നു, ഹ്യൂമിലിറ്റി or humbleness is one of the most important quality a devotee needs. അതായത് നമ്മള് ഭക്തിയിൽ ഉയരും തോറും നമ്മുടെ വിനയം വിനയം കൂടണം എന്നാണ് സ്വാമിജി പ്രഭുപാദ് പറയുന്നത്. ഒരാൾക്ക് വിനയമില്ലെങ്കിൽ ഭക്തിയില് ഒരിക്കലും അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഇതിൻ പർപ്പട്ടില് പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ ചൈതന്യ മഹാപ്രഭുവും അത് തന്നെയാണ് പറയുന്നത്. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന. എ ഡിവോട്ടി ഷുഡ് ബി ടോളറന്റ് ആസ് എ ട്രീ. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം, ഒരു മരം അതിൻ്റെ ഫലങ്ങള്, പുഷ്പങ്ങള്, അതിന്റെ തണല് ഇതെല്ലാം നമുക്ക് തരുന്നു. എന്നിട്ടും ആ മരം വെട്ടാൻ ചെല്ലുന്ന ആളിനെ അത് ഒന്നും പറയാതെ അത് ടോളറേറ്റ് ചെയ്യുന്നു. എ ഡിവോട്ടി ഷുഡ് ബി ടോളറന്റ് ആസ് എ ട്രീ ആൻഡ് ഹംബ്ലർ ദാൻ ദി ബ്ലേഡ് ഓഫ് ഗ്രാസ്. നമ്മൾ ഒരു പുല്ലിന്റെ മുകളിലൂടെ നടന്നു പോയി കഴിഞ്ഞാല് പുല്ല് നമ്മൾ ചവിട്ടുന്ന സമയത്ത് താന്നിരിക്കും, നമ്മൾ മാറുമ്പോൾ ആ പുല്ല് വീണ്ടും അതിൻ്റെ പഴയ സ്ഥാനത്ത് തിരിച്ചു വരും. അപ്പൊ അടുത്ത വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരമഹംസാസ്. അപ്പൊ അമലാത്മനാസ്, those who are devoid of all impurities like lust, anger, greed. Then munis, thoughtful persons. മൂന്നാമത്തത് പരമഹംസാസ്. ഒരിക്കല് ഇത് ഒരു ആചാര്യന്മാര് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്. മധ്വാചാര്യര് സുപ്രീം ലോർഡായ രംഗനാഥനെ കാണാൻ പോയപ്പോ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. മധ്വാചാര്യര് സുപ്രീം ലോർഡ് രംഗനാഥൻ ട്രിച്ചിയില് നടന്ന ഒരു സംഭവമാണ്. അപ്പോ ഇവിടെ രാമാനുജാചാര്യ ഫസ്റ്റ് റീസൺ പറയുന്നത് ഹംസ കംസ് ഫ്രം ദി വേർഡ് സംഘസ്യ ഹന്ത. മനസ്സിലായോ? Hamsa comes from the word Sangasya Handa, which means the one who cuts off the wrong understandings. അതായത് നമ്മള് കൃഷ്ണ കോൺഷ്യസില് വരുന്നവർ അല്ലെങ്കിൽ ഇസ്കോണിൽ വരുന്നതിന് മുമ്പ് ഭഗവാനെ കുറിച്ചും എല്ലാം നമുക്ക് കുറെ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ ഫിലോസഫി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പഴയ അണ്ടർസ്റ്റാൻഡിങ്സ് അതെല്ലാം മാറി, അല്ലേ? അപ്പൊ സംഘസ്യ ഹന്ത, വൺ ഹൂ കട്ട്സ് ഓഫ് ദി റോങ് അണ്ടർസ്റ്റാൻഡിങ്സ് ഈസ് കോൾഡ് എ ഹംസ. ഹം മീൻസ് കട്ട് ഓഫ് ആൻഡ് സഹ മീൻസ് റോങ് അണ്ടർസ്റ്റാൻഡിങ്. വൺ ഹൂ കട്ട്സ് ഓഫ് റോങ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ രണ്ടാമത്തെ ഒരു ബ്യൂട്ടിഫുൾ റീസൺ പറയുന്നത് ഹസതി ഇതി ഹംസ, മനോഹരമായ പുഞ്ചിരിയുള്ളത്. ബിക്കോസ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സ്മൈൽ. അതുകൊണ്ട് ഹസതി ഇതി ഹംസ. ഇതും രാമാനുജാചാര്യർ തന്നെ പറയുന്നതാണ്, രംഗനാഥന്റെ അടുത്ത് പറയുന്നതാണ്. ഇനി മൂന്നാമത്തെ റീസൺ എന്തുകൊണ്ട് പരമഹംസ എന്ന് പറയുന്നു. മനോഹരം ഗച്ഛതി ഇതി ഹംസ. അതായത് ഗച്ഛതി നടത്ത, ആ നടത്ത അത്ര വിശിഷ്ടമായ നടത്ത. അതുകൊണ്ട് യുവർ വാക്ക് ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോ മനോഹരം ഗച്ഛതി ഇതി ഹംസ. അപ്പൊ എന്തൊക്കെയാണ്? those who cuts off wrong understanding, though one who have a hasadi iti hamsa, one who have a very beautiful smile, that is called second reason. Then third reason is manoharam gacchati iti hamsa. Your walk is very beautiful. രാമായണത്തില് രാമന്റെ നടത്തെ കുറിച്ച് തന്നെ
വളരെ വിശിഷ്ടമായിട്ട് പറയുന്നുണ്ട്. അതായത് രാമൻ 5 മൃഗങ്ങളെ കണക്കാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. വാക്സ് ലൈക്ക് 5 animals. ഹി ഹാസ് ദ വാക്ക് ഓഫ് എ ബുൾ. ഒരു ബുള്ള് നടക്കുന്ന കണ്ടിട്ടില്ലേ? വളരെ പ്രൈഡ്, അതായത് നല്ല പ്രൈഡോട് കൂടിയാണ് ആ ബുള്ള് നടക്കുന്നത്. ദ വാക്ക് ഓഫ് എ ബുൾ. സെക്കൻഡ് വൺ ഈസ് ദ വാക്ക് ഓഫ് എ ടൈഗർ, an ആംഗ്രി ടൈഗർ നടക്കുന്നത് എങ്ങനെയാണോ. മൂന്നാമത് ലൈക്ക് ദി വാക്ക് ഓഫ് എ ലയൺ, അത് ദ മെജസ്റ്റിക് വാക്ക് ഓഫ് എ ലയൺ. നാലാമത് ദ വാക്ക് ഓഫ് ആൻ എലിഫന്റ്, ദ റോയൽ വാക്ക് ഓഫ് ആൻ എലിഫന്റ്. ഇനി അഞ്ചാമത് ദ സ്പീഡ് ഓഫ് എ സ്നേക്ക്, ഒരു പാമ്പിന്റെ വേഗതയിൽ. സോ ദീസ് all 5 put together is the walk of Lord Ram. അപ്പം ഈ പരമഹംസ എന്ന വാക്കിന് ഞാൻ 3-4 അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ സ്വാമിജി പ്രഭുപാദിന്റെ ഇതിൽ പറയുന്നത് ഹംസത്തിനുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാല്, വാട്ടറും മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ the hamsa or the swan is able to separate the milk from the water. So the devotees should be like that. You should take the nectar of Krishna Gada and leave aside all gossip. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗവത സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാല് ആ സപ്താഹത്തിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങള് നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്യുക, നല്ല കാര്യങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യുക. അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഭക്ഷണത്തിൽ എരിവ് കൂടിപ്പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങള് അത് നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഇതിൽ നിന്ന് ആചാര്യന്മാര് പറയുന്നു, ആക്ച്വലി സ്വാൻ ഈ കൊക്കിന് പണ്ട് സ്വാൻ എന്ന പേരില്ലായിരുന്നു. ഭഗവാന്റെ പേരാണ്. ഭഗവാൻ ഈ 3 ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് ഭഗവാൻ ഹംസനായി. ആ പേരാണ് പിന്നെ ഈ സ്വാൻസിന്, അതായത് സ്വാൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദേ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സ്മൈൽ. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പിന്നെയുള്ളതോ സ്വാനിന്റെ നടത്ത. ആ നടത്തയും ഒരു പ്രത്യേക നടത്തയാണ്. പിന്നെ ഈ ശ്ലോകത്തിന്റെ പർപ്പട്ടില് സ്വാമിജി പ്രഭുപാദ് പറയുന്നുണ്ട്, ഫീമെയിൽസ്, അതായത് ലേഡീസ്, മാതാജീസ്, they are blessed by the Lord because they at once approves the almightiness of the Lord. അത് ഈ ശ്ലോകത്തില് പറയുന്നത് യാതൊരു ആകയാൽ അവർ യാതൊരുവിധ എന്നാൽ അവർ സ്ത്രീകൾ ഭഗവാന്റെ പരമാധികാരത്തെയും അനന്തശക്തിയെയും തൽക്ഷണം അംഗീകരിക്കുന്നതിനാൽ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ അവർ യാതൊരു ആത്മനിയന്ത്രണവുമില്ലാതെ ഭഗവാനെ പ്രണമിക്കുന്നു. അതായത് പിന്നെ ഇക്കാരണത്താൽ ഏതുവിധ മതാനുഷ്ഠാന കർമ്മത്തിനും സാധാരണയായി സ്ത്രീജനങ്ങൾ അധികമായി അളവിൽ ഒത്തുചേരുന്നു. അപ്പോ സ്വാമിജി പ്രഭുപാദ് ഈ പർപ്പട്ടിന്റെ ഇതിൽ പറയുന്നുണ്ട്, ഫീമെയിൽസ് ആർ ബ്ലെസ്ഡ് ബൈ ദി ലോർഡ്. ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? സ്ത്രീയോ വൈശ്യ തഥാ ശൂദ്ര. സ്ത്രീ ശൂദ്ര. പിന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് സ്ത്രീ ശൂദ്ര ധ്വജബന്ധൂനാം. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീയാ ശൂദ്ര തഥാ വൈശ്യ ഏപി ആന്തി പരാംഗതി. പക്ഷേ ഇവരൊക്കെ ഡിവോഷണൽ സർവീസിൽ വന്നു കഴിഞ്ഞാൽ ഏപി ആന്തി പരാംഗതിം, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും, ആരോ ആയിക്കോട്ടെ. പിന്നെ ഭാഗവതത്തിൽ പറയുന്നത് സ്ത്രീ ശൂദ്ര ധ്വജബന്ധൂനാം. ധ്വജബന്ധു എന്ന് പറഞ്ഞാൽ എ ബ്രാഹ്മണ who is born by birth as brahmana but have no qualifications of a brahmana. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ത്രീ
ഫീമെയിൽസ് ആർ അറ്റ് എ മച്ച് ഹയർ ലെവൽ. ഇനി നമ്മൾ ഇവിടെ കുന്തിദേവി പറയുന്നത് ഹംബിൾനെസ്. കുന്തിദേവി പറയുന്നത് ഞാൻ വെറും ഐ ആം വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് കമ്പയർഡ് ടു ഓൾ ദീസ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ചെറിയ കഥ, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ ഭക്തന്മാര് ഒരു ഡോക്ടർ സംഘം ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൽ വരാൻ ഇടയുണ്ടായി. ഒരു സീനിയർ ഡോക്ടർ പിന്നെ അവരുടെ കുറെ സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ് എല്ലാവരുമായിട്ട് വന്നു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഷർട്ട് മാറ്റണം എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, അകത്ത് കയറണമെങ്കിൽ മുണ്ടും ഷോളും ഇട്ടുകൊണ്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അവര് തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായി, എന്തുകൊണ്ടാണ് നമുക്ക് ഷർട്ട് ഇട്ടു കയറിക്കൂടി, അതിന്റെ റീസൺ എന്താണ് എന്ന്. ആക്ച്വലി ഈ സീനിയർ ആയിട്ടുള്ള ആ ഡോക്ടർ, ഹി വാസ് എ ഡിവോട്ടി. അപ്പൊ അത് ഒരു ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഡിസ്കഷനിൽ ആ ഡോക്ടർ പറഞ്ഞതാണ്, ആക്ച്വലി നമ്മുടെ ഈ അംബിലിക്കൽ കോഡ്, കുട്ടിയും അമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടന്റ് ആണ്. നൗഡേയ്സ് സോ മെനി റിസർച്ച് ആർ ഗോയിങ് ഓൺ. അപ്പൊ ഈ നമ്മുടെ സാധാരണ ശരീരത്തിലുള്ള സെൽസിനെ അപേക്ഷിച്ച് ഈ സെൽസിനെ മൾട്ടി പൊട്ടന്റ് സെൽസ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. മൾട്ടി പൊട്ടന്റ് സെൽസ്. സാധാരണ സെല്ലാണെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് ആ സെല്ല് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതേസമയം അംബിലിക്കൽ കോഡിലുള്ള സെൽസ് എന്നാണെങ്കിൽ മൾട്ടി പൊട്ടന്റ് ആണ്. ഏത് തരം സെൽസിലേക്ക് വേണമെങ്കിലും അതിനെ മാറ്റാം. അതുകൊണ്ട് ഇപ്പോഴ് ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഈ അംബിലിക്കൽ കോഡിൽ കാണുന്ന മൾട്ടി പൊട്ടന്റ് സെൽസിനെ എടുത്ത് പലതരം ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ ആലോചിക്കേണ്ടത്, അമ്മയും കുഞ്ഞും തമ്മിൽ, ഭൗതിക പ്രപഞ്ചത്തിലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള അംബിലിക്കൽ കോഡിന് ഇത്രയും പൊട്ടൻസി ഉണ്ടെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാഭിയിൽ നിന്ന്, വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്ന ആ താമരത്തണ്ടിന് എത്രത്തോളം പൊട്ടൻസി ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോ ഈ താമരത്തണ്ടിലാണ് 14 പ്ലാനറ്ററി സിസ്റ്റംസ്, അതല, വിതല, സുതല, തലാതല എന്ന് പറയുന്ന ആ 14 പ്ലാനറ്ററി സിസ്റ്റംസ്. അതിന്റെ മുകളിൽ ബ്രഹ്മാവ്. വൺസ് ദർ ഈസ് ഡിസ്ട്രക്ഷൻ, ഓൾ ദീസ് ഗോസ് ഇൻ ടു ദി നേവൽ ഓഫ് ദി ലോർഡ്. അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഈ അംബിലിക്കൽ കോഡ് നിന്ന് ഈ സ്റ്റെം സെല്ല് ഉണ്ടാകുകയും അടുത്ത ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അടുത്ത പ്രപഞ്ചം സൃഷ്ടി നടത്തുകയും ചെയ്യുന്നു. അപ്പം ഈ അംബിലിക്കൽ കോഡിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷർട്ട് മാറ്റി, നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ നവദ്വാരേ പുരേ ദേഹി, നമ്മുടെ ഈ ശരീരത്തിലെ 9 ദ്വാരങ്ങളിൽ നിന്നും comes all dirty things, but നമ്മുടെ അംബിലിക്കസിൽ നിന്ന് ഒന്നും വരുന്നില്ല. ഇൻ ദ സെയിം കേസ് ലോർഡിന്റെ ഈ 9 ദ്വാരങ്ങളിൽ നിന്ന് ഒരു ഡേർട്ടി തിങ്സും വരുന്നില്ല. ബട്ട് ഫ്രം ദി അംബിലിക്കസ് ദ ഹോൾ യൂണിവേഴ്സ് എക്സ്പാൻസ്. സോ അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഭഗവാന്റെ അംബിലിക്കൽ കോഡ്. നമ്മുടെ അംബിലിക്കൽ കോഡ് ഈസ് വെരി ഇൻസിഗ്നിഫിക്കൻ്റ്. അപ്പൊ അത് കാണാൻ വേണ്ടി, അതിനുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഷർട്ടിടാതെ നമ്മളെ വി ആർ വെരി ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷർട്ട് ഊരിയിട്ട് അകത്ത് പോകുന്നത് എന്നാണ് മറ്റൊരു വാക്യം. ഇത് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്. പിന്നെ നമുക്ക് ഈ ശ്ലോകത്തിനോടനുബന്ധിച്ച് ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, കൃഷ്ണായ വാസുദേവായ. എന്തുകൊണ്ടാണ് കുന്തിദേവി പല അവതാരങ്ങൾ ഉണ്ടായിട്ടും ഭഗവാൻ കൃഷ്ണനെ തന്നെ പ്രാർത്ഥിക്കുന്നു? അതിന് ഉത്തരമുണ്ട്. രാമ അവതാരം
രാജാവിന്റെ പുത്രനാണ്. കൃഷ്ണനും രാജാവിന്റെ പുത്രനാണെങ്കിലും ഒരു കൗഹേർഡ് ബോയ് ആയിട്ടാണ് വളർന്നു വന്നത്. സോ ഹീസ് മോർ അപ്രോച്ചബിൾ എന്നാണ് കുന്തി ദേവി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണ അവതാരത്തിനെ ആരാധിക്കുന്നത് എന്ന് കുന്തി ദേവി പറയുന്നു. നമുക്ക് അപ്പൊ ഇന്നത്തെ ഈ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 point ടേക്ക് ഹോം മെസ്സേജ് ആണ്. എ ഡിവോട്ടി ഈസ് someone who looks back and thanks Krishna for all that has happened in his life, and he remembers those things and thanks Krishna. Example, the big example is Kundi Devi. A devotee is someone who looks back and thanks Krishna for all that has happened in his life, and he remembers and thanks Krishna. That is Kundi Devi. From Prahlad Maharaj, we can learn that to look ahead and trust Krishna. Prahlad Maharaj എങ്ങനെയായിരുന്നു? ഇനി എന്തൊക്കെ എനിക്ക് സംഭവിച്ചാലും എനിക്ക് എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഫെയ്ത്ത് പ്രഹ്ലാദ് മഹാരാജിനുണ്ടായിരുന്നു. From Prahlad Maharaj, we can learn that to look ahead and trust Krishna. From Dhruva Maharaj, he teaches us that to look within and find Krishna. എന്താണ് ധ്രുവ മഹാരാജ് കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ തന്റെ ഹൃദയത്തിൽ കാണാൻ പറ്റി. To look within and find Krishna. Kundi Maharani, look behind, look back and thank Krishna. Prahlad Maharaj, look ahead and trust Krishna. Dhruv Maharaj, look within and find Krishna. And Prabhupada, look around and serve Krishna. So, Hare Krishna. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ രാമായണത്തിലത്തെ അതൊന്ന് പറഞ്ഞു തരൂ. വാക്ക് ഓഫ് എ ബുൾ എന്ന് പറഞ്ഞ ആ പാർട്ട് ഒന്നുകൂടെ പറയും. രാമായണത്തില് അതായത് ഈ ഹംസത്തിന്റെ ഇതിലെ മൂന്നാമത്തെ കാര്യം പറയുന്നത് മനോഹരം ഗച്ഛതി ഇതി ഹംസ. യുവർ വാക്ക് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പൊ രാമായണത്തില് രാമന്റെ വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. രാമ വാക്സ് ലൈക്ക് 5 animals, 5 മൃഗങ്ങളെ കണക്ക്. ഹി ഹാസ് ദി വാക്ക് ഓഫ് എ ബുൾ. നമ്മളൊരു ബുള്ള് വാക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കര പ്രൈഡ് ആയിട്ടാണ് അത് നടക്കുന്നത്. ദെൻ ലൈക്ക് ദി വാക്ക് ഓഫ് എ ടൈഗർ, ആൻ ആംഗ്രി ടൈഗർ എങ്ങനെ നടക്കുന്നു അതേ കണക്ക്. പിന്നെ ലൈക്ക് ദി വാക്ക് ഓഫ് എ ലയൺ, ദി മെജസ്റ്റിക് വാക്ക് ഓഫ് എ ലയൺ. പിന്നെ ദി വാക്ക് ഓഫ് എൻ എലിഫന്റ്, ദി റോയൽ വാക്ക് ഓഫ് എൻ എലിഫന്റ്. പിന്നെ ദി വാക്ക് ഓഫ് എ സ്നേക്ക്, ദി സ്പീഡ് ഓഫ് എ സ്നേക്ക്. And all 5 put together is the walk of Lord Ram. അതാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല പ്രഭു കുന്തിദേവിയുടെ പിന്നെ ഭഗവാന്റെ കുന്തിദേവിക്ക് ഭഗവാനെ പറ്റിയുള്ള കാഴ്ച ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കും. കുന്തിദേവി ഭഗവാനെ കുറിച്ച്, കുന്തിദേവി യഥാർത്ഥത്തിൽ ഭഗവാനെ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മായാജവന്യകാശ്ചന്നം അജ്ഞാന അദോക്ഷജം അവ്യയം നലക്ഷസേ മൂഢദൃശാം നടോ നാട്യ തരോയത. അതായത് മാതാജി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാല് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരാമായിരുന്നു. അല്ല, ഈ 4 പേരുടെ കാഴ്ചപ്പാട് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ കുന്തിദേവിയുടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി. 4 പേരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് പ്രഹ്ലാദ മഹാരാജാവും അത് പറഞ്ഞു. അതായത് അതെ കുന്തിദേവി കൃഷ്ണനെ എങ്ങനെയാണ് കണ്ടത്? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കുന്തിദേവിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
മക്കളെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, കാട്ടിലയച്ചു, ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു. അപ്പൊ കുന്തിദേവി എങ്ങനെയാണ് ഭഗവാനെ ഓർക്കുന്നത്? എനിക്ക് ഇനിയും സങ്കടങ്ങൾ വന്നോട്ടെ. അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തിട്ടാണ് കുന്തിദേവി ഭഗവാനെ വീണ്ടും വീണ്ടും കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രഹ്ലാദ് മഹാരാജ് എങ്ങനെയാണ്? പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനെ വിചാരിക്കുന്നത് എനിക്ക് ഇനിയും എന്തും വന്നോട്ടെ, എന്നെ ഭഗവാൻ രക്ഷിക്കും. ധ്രുവ മഹാരാജ് എങ്ങനെയാണ്? ധ്രുവ മഹാരാജ് ലുക്ക്ഡ് വിത്തിൻ ആൻഡ് ഫൈൻ കൃഷ്ണ. പ്രഭുപാദ് ആണെങ്കിലോ ലുക്ക് അറൗണ്ട് ആൻഡ് സർവ് കൃഷ്ണ. എങ്ങനെ? ഡിവോട്ടീസിനെ സർവ് ചെയ്യും. ഹരേ കൃഷ്ണ. ശരി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭു വളരെ വിഷമമുണ്ട് പ്രഭുജി, പെട്ടെന്ന് ക്ലാസ് തീർന്നു പോയി എന്നുള്ളൊരു സങ്കടം. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം പ്രഭു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പ്രഭുവിന്റെ എല്ലാ ക്ലാസ്സും എപ്പോഴും നന്നായിരിക്കും. പ്രഭു ഡോക്ടർ ആയതുകൊണ്ട് ആ പൊക്കിൾക്കൊടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ടച്ചിങ് ആണ് പ്രഭു. വളരെ സന്തോഷമുണ്ട്. പെട്ടെന്ന് തീർന്നു പോയി. പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് കൂടുതൽ വേണം പ്രഭു. ശരി പ്രഭു. വളരെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഒരു ചോദിച്ചോട്ടെ പ്രഭു, ഈ രാമാനുജാചാര്യര് രംഗനാഥനെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞതാണോ ഹംസത്തിനെ കുറിച്ച് പറഞ്ഞത്? അതെ. രാമാനുജാചാര്യം രംഗനാഥനും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ഉണ്ടായി. ആ സമയത്താണ് ഹംസനെ കുറിച്ച്, അങ്ങ് ഹംസ ആണെന്ന് പറഞ്ഞപ്പോ അവസാനം രംഗനാഥൻ പറഞ്ഞ ഇഫ് ഐ ആം ഹംസ യു ആർ പരമഹംസ എന്ന് രാമാനുജാര്യനെ തിരിച്ചു പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഒരു വണ്ടർഫുൾ ക്ലാസ്. കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഒത്തിരി അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു പ്രഭു വന്നത് കൊണ്ട്. പ്രഭുവിന്റെ ക്ലാസ് കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കും. നന്നായിരുന്നു. ഈ ശ്രീരാമസ്വാമിയുടെ നടത്തമൊക്കെ ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ. ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ പോലെ ശ്രീരാമന്റെ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല നല്ല കുറെ പോയിന്റ് നമുക്ക് മനസ്സിൽ കൂടുതൽ ഉറപ്പിക്കാൻ പറ്റും പ്രഭു. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി നല്ല ക്ലാസ് ആയിരുന്നു. നല്ലോണം മനസ്സിലായി. നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അതുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് തെറ്റുമുണ്ട് അല്ലെങ്കിൽ സാരി ഉടുക്കണം പറയുന്നത് അല്ലേ പ്രഭുജി? അതെ. അമ്പലിക്കൽ എനിക്ക് ഇപ്പൊ തോന്നണം അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ. ഈ ചുരിദാർ ഇടുമ്പോ ഈ പറഞ്ഞ പോലെ പൊക്കിള് കാണില്ലല്ലോ. അപ്പൊ ശരിക്കും പൊട്ടൻഷ്യൽ അത് ശരിയായിരിക്കും പ്രഭുജി. പണ്ടേ ആൾക്കാർക്ക് അതൊക്കെ ഒരു ഇതുണ്ട് എന്തായാലും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പുതിയ പോയിന്റ് ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ശ്രീമദ് ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്തോട്ടെ?